ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷം? ഞങ്ങളിവിടെ സുഖമായിരിക്കുന്നു. ഇന്നിപ്പോൾ ഞാൻ ഇച്ചിരി നേരത്തെ എഴുന്നേറ്റിട്ടുണ്ട് കേട്ടോ. എൻ്റെ കൂടെ ഇയാളും എഴുന്നേറ്റ് വന്നിട്ടുണ്ട് കേട്ടോ. ഇന്നിപ്പോൾ നേരത്തെ എഴുന്നേറ്റ കാര്യം വല്ലതും നടക്കുമെന്നാവോ. ഇന്ന് മാത്രം എഴുന്നേൽക്കുന്നതിൻ്റെ മുന്നേ തന്നെ എൻ്റെ കുറേ ജോലികൾ ഞാൻ ഒഴുക്കി വെക്കും കേട്ടോ. ഇന്നിപ്പോൾ അത് നടക്കില്ല. ആൾ നേരത്തെ എഴുന്നേറ്റിട്ടുണ്ട്. എഴുന്നേറ്റ് വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ കുറച്ച് സമയം കെട്ടിപ്പിടിച്ചിരിക്കുന്നത് അവന് ഭയങ്കര ഇഷ്ടമാണ്. ഇന്നിപ്പോൾ ആൾ നേരത്തെ കിച്ചണിൽ വന്നിട്ടുണ്ട്. അവനുള്ള പാല് റെഡിയാക്കി കൊടുക്കട്ടെ ആദ്യം. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എൻ്റെ ഇരുചേട്ടൻ്റെ കോഫി ടൈമാണ്. ഇന്നിപ്പോൾ കോഫി പൗഡർ തീർന്നത് കാരണം ഞങ്ങൾ ഇന്ന് കട്ടൻ ചായ ആട്ടോ കുടിക്കുന്നത്. അതും പുതിന ഇട്ടിട്ടാണ് ഞങ്ങൾ ഇന്ന് കട്ടൻ ചായ ഉണ്ടാക്കുന്നത്. നിങ്ങൾ ട്രൈ ചെയ്തിട്ടുണ്ടോ ഇങ്ങനത്തെ ഒരു പുതിന ടീ? ശരിക്കും നല്ലൊരു റീഫ്രഷിംഗ് ആണ് കേട്ടോ. സാധാരണ ഒരു നോർമൽ ടീനെക്കാട്ടിലും എനിക്ക് കുറച്ചും കൂടെ കൂടുതൽ ഇഷ്ടം ഇങ്ങനത്തെ പുതിന ടീ ആണ് കേട്ടോ. കോഫി അല്ലാത്ത ദിവസങ്ങളിൽ ചിലപ്പോൾ ഞങ്ങൾ ഇതുപോലെ മിൻറ്റ് ലീഫോ അല്ലെങ്കിൽ കറുവപ്പട്ടയൊക്കെ ഇട്ടിട്ടുള്ള ടീ ആട്ടോ ഞങ്ങൾ ഉണ്ടാക്കുന്നത്. മാത്രമുള്ള പാൽ ആദ്യം തന്നെ റെഡിയാക്കി കൊടുത്തു കേട്ടോ. ഈ ഒരു സമയമാട്ടോ ഞങ്ങളുടെ ക്വാളിറ്റി ടൈം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഇത് മാക്സിമം ഒഴിവാക്കാതെ നോക്കും. അങ്ങനെ കുറച്ച് സമയം ഞങ്ങളിങ്ങനെ ചുമ്മാ സംസാരിച്ചുകൊണ്ടിരിക്കും കേട്ടോ. ചില ദിവസം നേരത്തെ എഴുന്നേൽക്കുന്ന സമയങ്ങളിൽ മാത്രം കൂടെ കാണും കേട്ടോ. ഇല്ലെങ്കിൽ ഞാനും ഇരുചേട്ടനും മാത്രമായിരിക്കും കൂടുതലും ഈ ഒരു സമയം സ്പെൻഡ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ എനിക്കും ഇരുചേട്ടനും ഒത്തിരി ഇഷ്ടമുള്ള ഒരു സമയം കൂടെയാണ് കേട്ടോ ഈ ടീ ടൈം. ഇന്നിപ്പോൾ ഇരുചേട്ടൻ ഇച്ചിരി ലേറ്റ് ആയിട്ട് പോയാൽ മതി. അതുകൊണ്ട് തന്നെ കേട്ടോ കുറച്ച് റിലാക്സ് ചെയ്തിരിക്കുന്നത്. കാപ്പിയൊക്കെ കുടിച്ചു കഴിഞ്ഞതിന് ശേഷം മാത്തൻ്റെ കൂടെയുള്ള ഈ ഒരു കളി അത് ഇരുചേട്ടൻ മുടക്കാറില്ല കേട്ടോ. കാരണം രാത്രി വരുമ്പോൾ ഒത്തിരി ലേറ്റ് ആവാറുണ്ട്. ചില ദിവസങ്ങളിൽ മാത്രം ഉറങ്ങാറുണ്ട്. അതുകൊണ്ട് തന്നെ രാവിലെ ഈ കിട്ടുന്ന സമയം ഇരുചേട്ടൻ മാക്സിമം അവൻ്റെ കൂടെ സ്പെൻഡ് ചെയ്യും. അച്ഛനും മോനും കുറച്ചേരം അവിടെ ഇരുന്ന് കളിക്കട്ടെ അല്ലേ. അപ്പത്തേന് നമുക്ക് കിച്ചണിൽ പോവാം. ഇന്നിപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ദോശയും ചമ്മന്തിയാണ്. സിമ്പിൾ ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് ആയതുകൊണ്ട് തന്നെ അവരിവിടെ കളിക്കുമ്പോഴേക്കും നമുക്ക് പോയി റെഡിയാക്കാം. ഇന്നൊരു ഗസ്റ്റ് ഉള്ള ദിവസമാണ് കേട്ടോ. അതൊരു സ്പെഷ്യൽ ഗസ്റ്റ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതല്ല, ആ ഗസ്റ്റാണ് ദേ ഈ നിൽക്കുന്നത്. ഇത് വേറെ ആരുമല്ല കേട്ടോ, എൻ്റെ കസിനാണ്. ഇവളും എൻ്റെ ചേച്ചിയാണ് കേട്ടോ ഞങ്ങളുടെ അടുത്തോട്ട് ഇടയ്ക്കിടയ്ക്ക് വരാറുള്ളത്. ഇപ്പോൾ കുറച്ചായിട്ട് എൻ്റെ അനിയനും വരാറുണ്ട്. അതിലപ്പുറം ഒരു ഗസ്റ്റ് എന്ന് പറയുന്നത് വളരെ റെയർ ആയിട്ടാണ്. ഇന്ന് ഞാനും ഇരുചേട്ടനും ഒരുമിച്ചാട്ടോ കുക്കിംഗ് എല്ലാം ചെയ്യുന്നത്. രാവിലെ തന്നെ ഞാൻ എൻ്റെ കുക്കിംഗ് പരിപാടി എല്ലാം ഞാൻ തീർത്ത് വെക്കും. ഇന്നിപ്പോൾ അനുവും കൂടെ കൂടുന്നുണ്ട് കേട്ടോ ഞങ്ങളുടെ കൂടെ. മാത്തന് ഇന്ന് നല്ല ഹാപ്പിയിലാണ് കേട്ടോ. കൂടെ കളിക്കാൻ ഒരാൾ കിട്ടിയ ദിവസമാണെന്ന്. മാത്തന് അങ്ങനത്തെ പരിചയത്തോടോ പ്രശ്നമോ ഒന്നും ഇല്ല കേട്ടോ. പെട്ടെന്ന് ഒരാളായിട്ട് സിങ്ക് ആവുന്ന ഒരു ടൈപ്പാണ് മാത്തൻ. ഇന്നിപ്പോൾ ദോശ ഉണ്ടാക്കാൻ അനുവിനൊരു ആഗ്രഹം. അതുകൊണ്ട് അനു കേട്ടോ ഒന്ന് ദോശ ഉണ്ടാക്കുന്നത്. അപ്പം അനു ദോശ ചൂടുമ്പോഴേക്കും നമുക്ക് ചമ്മന്തിക്കുള്ള പരിപാടി നോക്കാം. ഇന്നിപ്പോൾ ഞാനും അനു പാൽച്ചായ ഇട്ടോ ഉണ്ടാക്കുന്നത്. ഇരുചേട്ടന് കോഫിയാണ് ഇഷ്ടം. അതുകൊണ്ട് ഇരുചേട്ടന് കോഫി ഉണ്ടാക്കി കൊടുക്കാം. ഇവിടെ ആരെങ്കിലും വരുമ്പോൾ മാത്രമേ ഞാൻ ചായ ഉണ്ടാക്കാറുള്ളൂ കേട്ടോ. ഇല്ലെങ്കിൽ ഞങ്ങൾ അതങ്ങ് സ്കിപ്പ് ചെയ്യും. ഇന്ന് ഇരുചേട്ടൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ മാത്രമേ ഉള്ളൂ കേട്ടോ. ലഞ്ച് കഴിക്കാൻ ഇരുചേട്ടൻ ഇല്ല. ഇന്ന് ഉച്ചയ്ക്ക് ലഞ്ചിന് നമുക്ക് ചിക്കൻ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ചിക്കൻ വെച്ചിട്ട് ഒരു ചിക്കൻ വരട്ടിയതും മോര് കാച്ചിയതും ചോറുമാണ് കേട്ടോ ഇന്നത്തെ സ്പെഷ്യൽ. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്ന സമയത്ത് തന്നെ ഞാൻ ലഞ്ചും പ്രിപ്പയർ ചെയ്ത് വെക്കും കേട്ടോ. അതാവുമ്പോൾ എനിക്ക് മാത്തൻ്റെ കൂടെ കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യാമല്ലോ. അത് മാത്രമല്ല കേട്ടോ, രാവിലത്തെ ഈ കുക്കിംഗ് പരിപാടി ഒന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഒത്തിരി സമയം കിട്ടുന്ന പോലെയാണ്. ഇരുചേട്ടനും എൻ്റെ കൂടെ ഹെൽപ്പ് ചെയ്യാറുണ്ട് കേട്ടോ. ഇവിടെ ആര് വന്നാലും കിച്ചണിൽ കയറുമ്പോൾ എല്ലാവരും കൂടെ വരും. അവർക്ക് പറ്റുന്ന പോലെ അവർ ഹെൽപ്പ് ചെയ്യാറുമുണ്ട്. ഒരുമിച്ചുള്ള കുക്കിംഗ് ഭയങ്കര രസമല്ലേ. അതുകൊണ്ട് തന്നെ ആ സമയത്ത് ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും.
രാവിലത്തെ കുക്കിംഗ് പരിപാടിയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനിരിക്കുകയാണ് കേട്ടോ. മാത്തനും ഇപ്പം നമ്മുടെ കൂടെ തന്നെ ഇരുന്ന് കഴിക്കും. അവനിപ്പോൾ ഞാൻ വാരി കൊടുക്കുന്നേക്കാൾ കൂടുതൽ ഇഷ്ടം ഇങ്ങനെ ഒറ്റയ്ക്ക് കഴിക്കുന്നതാണ്. പണ്ട് മുതലേ ഞങ്ങൾ കഴിക്കുമ്പോൾ അവനെ കൂടെ ഇരുത്തൂട്ടോ. അതുകൊണ്ട് തന്നെ ഫുഡ് കഴിക്കാനായി കഴിഞ്ഞാൽ അവൻ അവൻ്റെ ചെയറിൽ വന്നിരുന്നോളും. വേറെ പുറകെ നടന്ന് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഈ ഒരു സ്റ്റേജ് എത്താൻ വേണ്ടി ഞാൻ കുറേ കഷ്ടപ്പെട്ടിട്ടുണ്ട് കേട്ടോ. അവൻ ആദ്യമൊക്കെ കരയായിരുന്നു, പക്ഷെ എന്നാലും ഞാൻ അതിലിരുത്തി മാത്രമേ ഞാൻ ഫുഡ് കൊടുക്കാറുണ്ടായിരുന്നുള്ളൂ. പണ്ട് മുതലേ ഞാൻ സ്ക്രീനൊന്നും കാണിച്ച് ഫുഡ് കൊടുക്കാറേ ഇല്ല കേട്ടോ. ഞാൻ എത്ര ബിസി ആണെങ്കിലും ഞാൻ അവൻ്റെ കാര്യം കഴിഞ്ഞിട്ടേ ഞാൻ ബാക്കി കാര്യം നോക്കാറുള്ളൂ. അപ്പം ഞങ്ങൾ ഇതൊന്ന് കഴിച്ച് തീർക്കട്ടെ കേട്ടോ. രാവിലത്തെ കുക്കിംഗ് പരിപാടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ക്ലീനിങ് എൻ്റെ റൊട്ടീനാണ് കേട്ടോ. അത് ഞാൻ മുടക്കാറേ ഇല്ല. ഏത് തിരക്കാണെങ്കിലും എങ്ങോട്ട് പോവുകയാണെങ്കിലും ഈ ഒരു റൊട്ടീൻ ഞാൻ ഫോളോ ചെയ്യാറുണ്ട് കേട്ടോ. മാത്തൻ വളരെ ചെറുതായിരുന്നപ്പോഴും ഞാൻ തന്നെയാണ് കേട്ടോ ഇതൊക്കെ ചെയ്തിരുന്നത്. എനിക്കിതെല്ലാം നീറ്റായി കിടന്നാലേ ഒരു സമാധാനം കിട്ടുള്ളൂ. ഇന്നിപ്പോൾ അനുവും കൂടെ ഹെൽപ്പ് ചെയ്യാനുണ്ട് കേട്ടോ. എല്ലാ കാര്യത്തിനും അവൾ കൂടെ നിൽക്കുന്നോളും. Between the lines, somehow I find you. I can't bother time no more. I'm tired. Lines between the lines, somehow I find you. I can't borrow time. I'm tired of trying. I can't believe when you said. ഇന്നിപ്പോൾ ഉച്ചയ്ക്ക് ചോറും ചിക്കൻ വരട്ടിയതും മോര് കാച്ചിയതുമാണ് കേട്ടോ. ചിക്കൻ ഞങ്ങൾ ഇതുപോലെ നന്നായിട്ട് ഡ്രൈ ആക്കിയിട്ടാട്ടോ വരട്ടിയെടുക്കുന്നത്. ഇത് എൻ്റെ അനുവിൻ്റെ ഫേവറേറ്റ് ഒരു ഡിഷാണ്. പണ്ട് അമ്മമ്മ ഞങ്ങൾക്ക് ഇതുപോലെ വരട്ടി തരുമായിരുന്നു. ആ ടേസ്റ്റ് ഒന്നും ഇതിന് വരില്ലെങ്കിലും ഞങ്ങൾ എല്ലാവരും കൂടുമ്പോൾ ആ കാര്യം എപ്പോഴും പറയൂട്ടോ. ഇനി ഇപ്രാവശ്യം നാട്ടിൽ പോകുമ്പോൾ അമ്മമ്മേനെയും കൊണ്ട് അതൊന്ന് ഉണ്ടാക്കിപ്പിക്കണം. നമ്മൾ നമ്മളുടെ നാട്ടിൽ നിന്ന് വിട്ടു നിൽക്കുമ്പോഴാട്ടോ നമുക്ക് അതിൻ്റെ വില മനസ്സിലാവുന്നത്. ഇന്നിപ്പോൾ ഇരിശേട്ടൻ ഉച്ചയ്ക്ക് കഴിക്കാനില്ല കേട്ടോ. വൈകിട്ട് ഇച്ചിരി നേരത്തെ വരും. എന്നിട്ട് പുറത്തോട്ട് ഇറങ്ങണം എന്നുള്ള പ്ലാനിലാണ് ഞങ്ങൾ ഇരിക്കുന്നത്. മാത്തിന് ഉറക്കം വരുന്നുണ്ടോ എന്നൊരു സംശയം തോന്നിയപ്പോൾ ഞാൻ നേരത്തെ അവന് ചോറ് കൊടുത്തു കേട്ടോ. ഇപ്പം ഞങ്ങളുടെ കൂടെ അവനിരുന്ന് കഴിക്കുകയാണ്. അവനിന്ന് ഉച്ചയ്ക്ക് ഉറങ്ങാൻ വരുമെന്നാവോ? അനുവിടെ ഉള്ളതുകൊണ്ട് ഒട്ടും വരാൻ ചാൻസ് ഇല്ല. ഉച്ചയ്ക്ക് ഉറക്കിയിട്ടില്ലെങ്കിലോ വൈകിട്ടാവുമ്പോഴത്തേനും ഭയങ്കര വാശിയാവും. അതുകൊണ്ട് ഞാൻ എങ്ങനെയെങ്കിലുമൊക്കെ പിടിച്ച് വലിച്ച് കൊണ്ടുപോയി ഉറക്കാറുണ്ട് കേട്ടോ. ഇന്നിപ്പോൾ സൺഡേ ആണ് കേട്ടോ. സൺഡേ പൊതുവേ ഇരിശേട്ടൻ പോവാറില്ല. പക്ഷെ ഇന്ന് 1-2 സ്ഥലത്ത് ഇരിശേട്ടന് മീറ്റിംഗൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഒഴിവാക്കാൻ പറ്റാത്തതുകൊണ്ട് ഇരിശേട്ടൻ പോയതാണ്. ഇന്നിപ്പോൾ അനുള്ളതുകൊണ്ട് ഞങ്ങൾക്ക് വലിയ കുഴപ്പമില്ല. ഇല്ലെങ്കിൽ ഭയങ്കര ബോറടിയാണ്. രാവിലെ നേരത്തെ പോയി പരിപാടിയെല്ലാം പെട്ടെന്ന് തീർത്തിട്ട് നേരത്തെ വരാമെന്ന് പറഞ്ഞിട്ടാട്ടോ പോയത്. അടുത്ത മാസം അനുവിൻ്റെ എൻഗേജ്മെൻറ്റ് വരുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ അടുത്ത ആഴ്ച ഞങ്ങൾ നാട്ടിൽ പോവും. നാട്ടിൽ പോകുന്നതിൻ്റെ മുന്നേ എനിക്ക് കുറേ കാര്യങ്ങൾ സെറ്റാക്കാനുണ്ട്. അവിടെ പോയാൽ പിന്നെ ഒന്നും നടക്കില്ല. അപ്പം ഞങ്ങളിതൊന്ന് കഴിക്കട്ടെ, എന്നിട്ട് ബാക്കി വിശേഷം പറയാം കേട്ടോ. What does that really mean? I don't believe when you said to me you really need space to breathe. What you really got up your sleeve, huh? I don't believe when you said to me you really need space to breathe. I know something's up your silky little sleeve. Your silky little sleeve. മാത്തന് ഈ ചിക്കൻ ലെഗ് കണ്ടപ്പോഴാട്ടോ ഒറ്റയ്ക്ക് കഴിക്കാനുള്ളൊരു കൊതി വന്നത്. അവൻ ആ കാല് പിടിച്ച് കഴിക്കുന്നൊക്കെ ഉണ്ട്. കഴിക്കുകയാണെങ്കിൽ കഴിക്കട്ടെ എന്ന് വിചാരിച്ചാണ് ഞാൻ കൊടുത്തത് കേട്ടോ.
മാത്തന് ചിക്കനേക്കാൾ കൂടുതൽ ഇഷ്ടം മീനിനോടാണ് കേട്ടോ. ഇനി ഫുഡൊക്കെ കൊടുത്തു കഴിഞ്ഞതിന് ശേഷം വേണം മാത്തന് ഉറക്കാൻ. വൈകിട്ടായപ്പോൾ ഇരിശേട്ടൻ വന്നു കേട്ടോ. ഒന്ന് പുറത്തോട്ട് ഇറങ്ങണം. അനുവിൻ്റെ എൻഗേജ്മെൻ്റ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിനുള്ള ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് ഞങ്ങൾ. ഇനി 2 ദിവസം കൂടെ കഴിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നാട്ടിൽ പോവും. അതിന് മുന്നേ ഡ്രസ്സെല്ലാം റെഡിയാക്കി വെക്കണം. മാത്തനുള്ള ഡ്രസ്സ് ഞങ്ങൾ പൊതുവേ വെസ്റ്റ് സൈഡിൽ നിന്നാണ് കേട്ടോ എടുക്കുന്നത്. അതുകൊണ്ട് ഞങ്ങൾ ആദ്യം വെസ്റ്റ് സൈഡിലാട്ടോ കയറിയത്. അവിടെ ചെന്നാൽ ഉറപ്പായിട്ട് മാത്തനുള്ള ഡ്രസ്സ് കിട്ടും. അവിടെ നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള ഡ്രസ്സസ്സാണ് കൂടുതലുള്ളത്. പുതിയ ഓണം കളക്ഷൻസും വന്നിട്ടുണ്ട്. നമുക്ക് ഒത്തിരി സ്ട്രെസ് വരുമ്പോഴേ ഇതുപോലെ 1-2 ഷോപ്പിലൊക്കെ കയറി 1-2 ഷോപ്പിംഗ് ഒക്കെ ചെയ്യുമ്പോൾ നമുക്കുണ്ടല്ലോ കുറച്ച് റിലാക്സിങ് ഫീൽ വരും കേട്ടോ. ഞാനത് ചെയ്യാറുണ്ട്. ഈ ഒരു വെട്ടവും വെളിച്ചവും അതുപോലെ 1-2 ആൾക്കാരോട് സംസാരിക്കുകയൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ പതുക്കെ നമ്മുടെ ടെൻഷനൊക്കെ ഒന്ന് മറന്നു പോകും കേട്ടോ. അപ്പം ഇനി ഞങ്ങൾ കാര്യമായിട്ടൊന്ന് തപ്പട്ടെ കേട്ടോ. ഇനി ഇതിനായിട്ട് സമയം കളയാൻ വേറൊരു ദിവസമില്ല. ഷോപ്പിങ്ങിനൊക്കെ ഇറങ്ങിക്കഴിഞ്ഞാൽ മാത്രം അധികവും ശ്രദ്ധിക്കുന്നത് ഇരിശേട്ടനാട്ടോ. കാരണം എന്താ വെച്ചാൽ ഷോപ്പിംഗ് ഭയങ്കര ഇഷ്ടപ്പെടുന്ന ഒരാളാണ് കേട്ടോ ഞാൻ. അതുകൊണ്ട് തന്നെ ഞാൻ കൂടുതലും അത് ആസ്വദിച്ചോട്ടെ എന്ന് വിചാരിച്ചിട്ടാട്ടോ ഇരിശേട്ടനാണെന്ന് നോക്കുന്നത്. എവിടെയെങ്കിലും ഷോപ്പിങ്ങിന് കയറി കഴിഞ്ഞാൽ മാത്തന്റെ കളിമൂട് ഓണാവും കേട്ടോ. പിന്നെ അവനെ പിടിച്ചാൽ കിട്ടില്ല. പുറകെ ഇരിശേട്ടന് ഇതുപോലെ ഓടും. വെസ്റ്റ് സൈഡിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞിട്ട് ഞങ്ങൾ ലക്ഷ്മി സിൽക്സിലാട്ടോ കയറിയത്. എവിടെ പോയാലും അവിടുത്തെ ആൾക്കാർ വളയ്ക്കാൻ മാത്തൻ ഉഷാറാട്ടോ. അതുകൊണ്ട് തന്നെ മാത്തൻ അവർ ഒരു ബലൂണും കൊണ്ടുകൊടുത്തു. അത് കിട്ടിയത് മാത്തൻ ഭയങ്കര ഹാപ്പിയായി. ഞാൻ എൻഗേജ്മെൻറ്റിന് ഇടാൻ വിചാരിക്കുന്നത് ട്രഡീഷണൽ ഔട്ട്ഫിറ്റ് ആട്ടോ. അനുവിന് 1-2 ഐറ്റംസ് അവിടെ നിന്ന് നോക്കാനുണ്ടായിരുന്നു. അവളും അതൊക്കെ അവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞ് ഞങ്ങൾ ഒന്ന് പതുക്കെ ഇറങ്ങി. ഷോപ്പിംഗ് എല്ലാം തീർന്ന സ്ഥിതിക്ക് ഇനി എല്ലാവർക്കും ഒന്ന് ഫുഡ് കഴിക്കണം. ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ കയറിയത് താലി റെസ്റ്റോറൻറ്റിലാട്ടോ. അവിടെ നമുക്ക് നല്ല ഫുഡ് കിട്ടും. എല്ലാവർക്കും വിശപ്പിൻ്റെ ഒരു വിളി വന്നായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ വേഗം ഓർഡർ കൊടുത്തിട്ട് ഞങ്ങൾ ഫുഡ് വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. ചപ്പാത്തിയും പൊറോട്ടയും ബീഫ് റോസ്റ്റും ചിക്കൻ റോസ്റ്റും അതുപോലെ തന്തൂരി ആട്ടോ ഞങ്ങൾ പറഞ്ഞത്. ഞാൻ ബീഫ് പണ്ട് മുതലേ കഴിക്കില്ല. എനിക്ക് എന്തോ അതിനോടൊരു താല്പര്യം ഇതുവരെ തോന്നിയിട്ടില്ല. ചിക്കനാട്ടോ എനിക്കിഷ്ടം. ചിക്കൻ്റെ ഏത് ഐറ്റവും ഞാൻ കഴിക്കും. അങ്ങനെ കുറച്ച് സമയം വെയിറ്റ് ചെയ്തപ്പോൾ തന്നെ ഞങ്ങളുടെ ക്ഷമ നശിച്ചായിരുന്നു കേട്ടോ. മാത്തന് ഒട്ടും ഇല്ലാണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ ഫുഡ് വന്നു. ഇവിടുത്തെ ഫുഡ് പൊതുവേ നല്ലതാണ് കേട്ടോ. നമുക്ക് വിശ്വസിച്ച് കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ പറ്റും. മാത്തന് നമ്മൾ ഫ്രൈഡ് റൈസ് പറഞ്ഞിരുന്നു കേട്ടോ. പക്ഷെ അവന് അത് കഴിച്ചില്ല. ഞങ്ങളത് കഴിച്ചത്. അവന് ചപ്പാത്തിയാണ് കഴിച്ചത്. ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. അപ്പോഴാണ് പോകുന്ന വഴി പിന്നെ ഐസ്ക്രീം കണ്ടത്. അപ്പം ഇനി അവിടെ കയറിയിട്ട് 2 ഐസ്ക്രീം കഴിച്ചിട്ട് ഇറങ്ങാമെന്ന് വിചാരിച്ചു. ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ ഒരു മധുരം, അതെന്താണെന്നറിയില്ല. അത് പണ്ട് മുതലേ ഉള്ള ഒരു ശീലമാണ്. അതത്ര നല്ല കാര്യമൊന്നുമല്ല. പതുക്കെ പതുക്കെ അത് മാറ്റിയെടുക്കണം. ഇനിയിപ്പോൾ നാളെ രാവിലെ അവന് പോവുകയാണ്. അവൾക്ക് നാളെ കോളേജ് ഉണ്ട്. അതുകൊണ്ട് തന്നെ നാളെ രാവിലെ നേരത്തെ എഴുന്നേറ്റ് അവൾക്ക് പോകണം.
അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ വിശേഷം. ഈ ഒരു കുട്ടി വ്ളോഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. ബാക്കി വിശേഷങ്ങളായിട്ട് അടുത്ത വീഡിയോയിൽ വരാം കേട്ടോ. അതുവരേക്കും ബായ്.